بسم الله والحمد لله والصلاة والسلام على رسول الله سيدنا محمد وعلى آله وصحابه الفائزين برضا الله أما بعد السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രവിശാലമാണ്, എത്രയോ വിശാലമാണ്, കണക്കാക്കാൻ കഴിയുകയില്ല. ഓരോരുത്തർക്കും കിട്ടുന്ന കാരുണ്യത്തെക്കുറിച്ച് തന്നെ നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് തിട്ടപ്പെടുത്താൻ, കണക്കാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ആ വിശാലമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുന്നു. റമദാനിലെ ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10 ആയിരുന്നല്ലോ. ഇപ്പൊ നാം ഉള്ളത് പാപമോചനത്തിന്റെ 10-ലാണ്. അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അവൻ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുമാറാവട്ടെ. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തവരായ എൻ്റെ അടിയാറുകളോട് നബിയെ അങ്ങ് പറഞ്ഞേക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, സകല പാപങ്ങളും പൊറുക്കുന്നവനാണ് അള്ളാഹു. പാപമോചനത്തിന്റെ സുവർണാവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. പാപമോചനത്തിന്റെ മാസമാണ് റമദാൻ മാസം. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണല്ലോ പാപമോചനം എന്ന് പറയുന്നത്. നാമൊക്കെ ഒരു ദിനം എത്രമാത്രം തെറ്റുകളാണ് ചെയ്തു കൂട്ടുന്നത്, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യാൻ സഹായകരമായി നിൽക്കുന്നത്. പാപമോചനം കണക്കാക്കപ്പെട്ടവർ ആരാണോ, പാപമോചനം ലഭിച്ചവർ ആരാണോ, അവരാണ് ഉന്നതന്മാർ. പാപം പൊറുക്കപ്പെടാതെ വരുമ്പോൾ സ്വർഗപ്രവേശനം സാധ്യമാവുകയില്ല എന്ന് നാം ഓർക്കണം. നരകത്തിൽ വീണുപോകുന്നതിൻ്റെ കാരണം ദോഷങ്ങളാണല്ലോ. ആ ദോഷങ്ങൾ പൊറുക്കപ്പെടാത്ത കാലത്തോളം നമുക്ക് രക്ഷ കിട്ടുകയില്ല നരകത്തിൽ നിന്ന്. നരകമോചനം സാധ്യമാവണമെങ്കിൽ പാപങ്ങൾ പൊറുക്കപ്പെടണം. റമദാനിലെ അവസാനത്തെ 10 നരകമോചനത്തിന്റെ, സ്വർഗപ്രവേശനത്തിന്റെയും 10 അവസാന 10. അപ്പോ ഈ 10 പാപമോചനം നാം നേടിയെടുക്കണം. എങ്കിലേ നമുക്ക് അതിലൂടെ സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ. എല്ലാവിധ ആപത്തുകളുടെയും പരീക്ഷണങ്ങളുടെയും മൂല കാരണമാണ് പാപങ്ങൾ എന്നുള്ളത്. നാം ഈയിടെയായി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന, നമ്മുടെ രാജ്യത്തിൽ നിന്ന് കടൽ കടന്നു വരുന്ന വാർത്തകളൊക്കെ കേൾക്കാറുണ്ടല്ലോ. ലഹരി ഉപയോഗത്തിലാലുണ്ടാകുന്ന ആപത്തുകളെക്കുറിച്ച്, മുസീബത്തുകളെക്കുറിച്ച് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന നിലക്ക്. അപ്പൊ പാപങ്ങൾ എന്നുള്ളത്, ദോഷം എന്നത് എല്ലാവിധ മുസീബത്തുകളെയും ക്ഷണിച്ചു വരുത്തുന്ന കാര്യമാണ്. ദോഷങ്ങൾ ഹൃദയത്തെ ഇരുളിലാഴ്ത്തും. അവിടേക്ക് സന്തോഷം കടന്നു വരികയില്ല. അസന്തുഷ്ടി ഉണ്ടാക്കി തീർക്കും ദോഷങ്ങള്, അസ്വസ്ഥതയുണ്ടാക്കി തീർക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ അതിക്രമത്തിലേക്ക് പോകും. ഒരു തെറ്റ് ചെയ്തവൻ വീണ്ടും തെറ്റിലേക്ക് ചെയ്യാൻ നിർബന്ധിതനാകും. അവൻ പിന്നെയും പിന്നെയും തെറ്റിലേക്ക് വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ ആളാകെ മാറി മൃഗമായി തീരും, മൃഗത്തിനേക്കാളും മതപതിച്ചവനായി തീരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടക്ക്, നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടക്ക് മറയായി നിൽക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ നാം ചെയ്യുന്ന ദോഷങ്ങളാണ്. ആ ദോഷങ്ങൾ പൊറുക്കപ്പെടുമ്പോഴേ അള്ളാഹുവിലേക്കുള്ള വഴി നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ. അങ്ങനെ പൊറുക്കപ്പെട്ട് പാപവിമുക്തരായവർക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ദോഷങ്ങൾ, നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടണം, തീർച്ചയായും പൊറുക്കപ്പെടണം. അങ്ങനെ പൊറുക്കാൻ വേണ്ടി, ദോഷങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹു തആല പല സമയങ്ങളും നമുക്ക്
നൽകിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചോളൂ ഇന്ന സമയത്ത്, തീർച്ചയായും ഞാൻ പുറത്തു തരാമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഓരോ ദിനത്തിലും അത്തരം സന്ദർഭങ്ങളുണ്ട്. അതുപോലെ വിവിധങ്ങളായ സ്ഥലങ്ങളുണ്ട്, പുണ്യ സ്ഥലങ്ങളുണ്ട്. അവിടെ വെച്ച് ചോദിച്ചാൽ പുറത്തു തരാമെന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ഓരോ ആഴ്ചയിലും വരുന്ന പ്രത്യേകമായ സമയമുണ്ട്. ഓരോ രാത്രികളിലും പ്രത്യേകമായ സമയങ്ങളുണ്ട്. ചില മാസങ്ങൾ ഇതിനു വേണ്ടി മാത്രം അള്ളാഹു നമുക്ക് നൽകിയ മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമാണ് വിശുദ്ധമായ റമദാൻ. പാപമോചനത്തിന്റെ മാസമാണ് റമദാൻ. അപ്പൊ പാപമോചനത്തിന് പറ്റിയ ഏറ്റവും സുവർണാവസരം ഇത് നമുക്ക് കൈവന്നിട്ടും നാം പാഴാക്കി കളയുന്നത് ഒരിക്കലും ഉചിതമല്ലല്ലോ. പരമാവധി ഉപയോഗപ്പെടുത്തി പാപമോചനം നാം ചോദിച്ചു വാങ്ങണം അള്ളാഹുവിനോട്. നമുക്ക് കൈവന്ന ഈ അവസരം പാഴാക്കി കളയുന്നത് ഒരിക്കലും ബുദ്ധിമാന്മാർക്ക് യോജിച്ചതല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ സാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാൻ മാസത്തിൽ ഒരുത്തൻ നോമ്പ് പിടിച്ചു, വിശ്വാസ്യതയോടെയും അതിനെ പ്രത്യേകമായി കണക്കിലെടുത്തിട്ടും അതിന് ബഹുമാനം കൊടുത്തിട്ടും ആദരവ് കൊടുത്തിട്ടും പരിഗണിച്ചിട്ടും നോമ്പ് പിടിച്ചാൽ റമദാനിനോടുള്ള ബഹുമാനത്തില്, വിശ്വാസത്തില്, ആ നിലക്ക് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അവർക്ക് പൊറുക്കപ്പെടുമെന്ന്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഒരു റമദാൻ മറ്റൊരു റമദാൻ വരെയുള്ള പാപങ്ങളൊക്കെ പുറത്തു തരും, വൻ ദോഷങ്ങൾ ഒഴികെ. എത്ര സന്തോഷകരമായ വൃത്താന്തമാണിത് നമുക്ക് നൽകുന്നത്. പരമാവധി നാം ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും വേണം. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ, ഗഫറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറക്കുക എന്നാണ്, മറച്ചു പിടിക്കുക. ദോഷങ്ങൾ പൊറുക്കുക എന്നാൽ അതിനെ മറച്ചു വെക്കാൻ നാം ആവശ്യപ്പെടുന്നു അള്ളാഹുവിനോട്. ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നും ആവശ്യപ്പെടുന്നു. അത് മറച്ചു പിടിക്കുകയും അതിനുള്ള ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി തരുകയും വേണമെന്നുള്ള ആവശ്യമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നാം അവതരിപ്പിക്കുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന വചനത്തിലൂടെ. മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നൊക്കെയാണ് അത് മറച്ചു വെക്കേണ്ടത്? അള്ളാഹു അല്ലാത്ത മറ്റെല്ലാവരിൽ നിന്നും അത് മറച്ചു വെക്കണം. ദുനിയാവിലും മറച്ചു വെക്കണം, ആഖിറത്തിലും മറച്ചു വെക്കണം. അതോടൊപ്പം അതിനുള്ള ശിക്ഷ, നീ നൽകുന്ന ശിക്ഷയിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകുകയും വേണം. ഇതാണ് നാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നതിലൂടെ ചോദിക്കുന്നത്. അത് മാത്രമല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നതില് മറച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ദോഷത്തിങ്ങളിൽ നിന്ന് എന്നെ നീ മറച്ചു പിടിക്കുകയും വേണം. വരും കാലങ്ങളിൽ ഞാൻ ചെയ്തു പോയ പാപത്തിൽ നിന്ന് പാപം പുറത്തു തരുന്നതോടൊപ്പം അത് മറ്റുള്ളവരിൽ നിന്ന് നീ മറച്ചു വെക്കുന്നതിനോടൊപ്പം മേലാൽ ദോഷങ്ങൾക്കും എന്റെയും ഇടയ്ക്ക് ഒരു മറ നീ ഉണ്ടാക്കി തരുകയും വേണം, ഞാൻ ദോഷത്തിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി. അതും അതിന്റെ വിശാലമായ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന വചനത്തിന്റെ വിശാലമായ അർത്ഥത്തിൽപ്പെട്ടതാണ്. എപ്പോഴും ദോഷങ്ങളിലേക്ക് വഴുതിവീഴാൻ സാധ്യതയുള്ളവരാണല്ലോ നമ്മൾ. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുമ്പോ അതിനർത്ഥം അതും കൂടിയുണ്ട്. ഞാൻ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ എനിക്ക് പുറത്തു തരുകയും അത് നീ അല്ലാത്ത മറ്റെല്ലാവരിൽ നിന്നും നീ അത് ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കുകയും അതോടൊപ്പം എന്റെയും ദോഷങ്ങളുടെയും ഇടക്കായി ഒരു മറ നീ സ്ഥാപിക്കുകയും വേണമേ എന്ന്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ മഗ്ഫിറത്തിന്റെ സുവർണാവസരത്തില് ഹറാം ചെയ്തുകൊണ്ട് നാം ചോദിക്കരുത്. ഹറാം ചെയ്തുകൊണ്ട് ചോദിക്കുമ്പോൾ അത് ഒരു വലിയ അതവുകേടായിത്തീരും, അത് വലിയ പാപത്തിലേക്ക് പോകും. ഹറാമിലായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹു പുറത്തു തരുക? അതുകൊണ്ട് ഈ മാസം പ്രത്യേകം നമ്മോട് ആജ്ഞാപിക്കുന്നത് ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങളെയും ഹറാമിൽ നിന്ന് കാക്കണമെന്ന്. വയറിന് മാത്രം പോരാ നോമ്പ്, എല്ലാ അവയവങ്ങൾക്കും നോമ്പ് വേണം. കണ്ണും ചെവിയും അതുപോലെ മറ്റെല്ലാ അവയവങ്ങളും, കൈയും കാലും, എല്ലാ അവയവങ്ങളും ഹറാമിൽ നിന്ന് മാറ്റി നിർത്തണം.
അങ്ങനെ മാറ്റി നിർത്തി ചോദിക്കുമ്പോൾ സകലമാന പാപങ്ങളും അള്ളാഹു പുറത്തു തരുകയും നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പരിശുദ്ധമായി തീരുകയും ചെയ്യും. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അല്ലെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ എത്രയെത്ര നോമ്പുകാരുണ്ട്, അവർക്ക് അവിടെ നോമ്പ് കൊണ്ട് കിട്ടിയ നേട്ടം കുറെ വിശപ്പ് സഹിക്കലും ദാഹം സഹിക്കലും മാത്രമാണ്. എത്രയെത്ര നിസ്കാരക്കാരുണ്ട്, രാത്രി കാലത്ത് നിസ്കരിക്കുന്നവർ, അവർക്ക് ആ നിസ്കാരം കൊണ്ട് കിട്ടിയ നേട്ടം എന്തേ ഉള്ളൂ? കുറെ വിഷമങ്ങളും ക്ഷീണങ്ങളും അല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അക്കൂട്ടത്തിൽ നാം പെട്ടുപോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.